ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം എനിക്ക് ഇന്ന് ഓർമ്മ വന്ന ഒരു പദ്യം ഞാൻ ചൊല്ലട്ടെ. പകൽ പോളവും പാടി പാടി ക്ഷീണിച്ചൊരാൻ കുയിൽ ഒട്ടുനേരം വിശ്രമിച്ചു തേന്മാവിൻ ചാഞ്ഞ ചില്ലമേൽ. കുറ്റിക്കാടിനിടയ്ക്കൊക്കെ കൂരിരുട്ടിൻ്റെ കണ്ണുപോൽ മിന്നിത്തിളങ്ങി പൊൻകാന്തി മികും മിന്നാമിനുങ്ങുകൾ. തൻ്റെ ജീവനെ രക്ഷിക്കാൻ തരം കാണാതെ മാലോടെ പക്ഷിയോടാ കീടമൊച്ച പതറിച്ചൊല്ലി ഇങ്ങനെ. കായില്ലേ കനിയില്ലേ നീ കാരണം ഞാൻ മരിക്കുകിൽ. നിന്നെ കൊല്ലാൻ ഒരാൾ വന്നാൽ നീ വിഷാദിക്കയില്ലയോ. പരസ്പരം സ്നേഹമോടെ പാർത്തിടേണ്ടവരാണു നാം. ഇന്നിവിടെ സ്നേഹമല്ലേ? ഇന്ന് ആർക്ക് സ്നേഹം? പിന്നെ അതിൻ്റെ സാരം ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയുന്നത് പോലെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. എനിക്കിപ്പം മനസ്സിൽ രാവിലെ ഓർമ്മ വന്നിട്ട് ഞാൻ പാടുന്നതാണ്. ഒരു കുയില് പകലന്ത്യോളം ഇങ്ങനെ പാടി പാടി ക്ഷീണിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. ഒട്ടുനേരം വിശ്രമിച്ചു തേന്മാവിൻ ചാഞ്ഞ ചില്ലമേൽ. തേന്മാവിൻ്റെ കൊമ്പത്ത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്ക് കുറ്റിക്കാടിനിടയ്ക്കൊക്കെ കൂരിരുട്ടിൻ്റെ കണ്ണുപോൽ മിന്നാമിന്നി. കുറ്റിക്കാടിനിടയ്ക്ക് കൂരിരുട്ടിൻ്റെ കണ്ണുപോൽ ഒരു മിന്നാമിന്നികൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നു. കുറ്റിക്കാടിനിടയ്ക്കൊക്കെ കൂരിരുട്ടിൻ്റെ കണ്ണുപോൽ മിന്നിത്തിളങ്ങി പൊൻകാന്തി മികും മിന്നാമിനുങ്ങുകൾ. തൻ്റെ ജീവനെ രക്ഷിക്കാൻ തരം കാണാതെ മാലോടെ. മിന്നാമിന്നി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ? മിന്നാമിന്നി എന്താ ചെയ്തു വെച്ചാൽ പക്ഷിയോടായി പറഞ്ഞു. പക്ഷിയോടായി കീടമൊച്ച പതറിച്ചൊല്ലി ഇങ്ങനെ. തൻ്റെ ജീവനെ രക്ഷിക്കാൻ തരം കാണാതെ മാലോടെ. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷിയോടായിട്ട് മിന്നാമിന്നി പറഞ്ഞു, കായില്ലേ കനിയില്ലേ നീ കാരണം ഞാൻ മരിക്കുകിൽ. കായും കനിയും ഇല്ല കാട്ടിൽ, നീ കാരണം ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ ഒരാൾ വന്നാൽ നീ വിഷാദിക്കയില്ലയോ. നിന്നെ കൊല്ലാൻ ഒരാൾ വന്നാൽ നിനക്ക് വിഷമം ഉണ്ടാവില്ലേ? അതുപോലെ നീ എന്നെ എന്തിനാ ഭക്ഷിക്കുന്നത്? നിനക്ക് കാട്ടിൽ കായും കനിയും ഇല്ലേ എന്നാണ് പറയുന്നത്. കായില്ലേ കനിയില്ലേ നീ കാരണം ഞാൻ മരിക്കുകിൽ. നിന്നെ കൊല്ലാൻ ഒരാൾ വന്നാൽ നീ വിഷാദിക്കയില്ലയോ. പരസ്പരം സ്നേഹമോടെ പാർത്തിടേണ്ടവരാണു നാം. എവിടെ സ്നേഹമുള്ളത്? അതാളെ കാര്യം നോക്കുക, കിട്ടിയത് ഭക്ഷിക്കുക. കിട്ടിയ എന്നാ വെച്ചാൽ കിട്ടിയതിനെ കൊന്നിട്ട് ഭക്ഷിക്കുക. അങ്ങനെയല്ലാണ്ട് ആ മിന്നാമിന്നി ഒന്ന് പറയുന്നതൊന്ന് കേട്ടു നോക്കിയാൽ സങ്കടം വരുന്നില്ലേ നമുക്ക്? അന്നേരം ഒന്നും നമ്മൾ പഠിക്കുന്ന സമയം നമുക്കൊന്നും അറിയില്ല. ഇതിങ്ങനെ മാഷ് പാടി തരുന്നുണ്ടാവും, മാഷും ടീച്ചറും, നമ്മളിത് കേട്ടിരിക്കുന്നുണ്ടാവും. പിന്നെയല്ലേ അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാകുന്നു. അന്നേരം കുറച്ചെല്ലാം മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും അതൊന്നും അത്ര പൊരുളിക്കൂല അന്നേരം. അതാണ് കാര്യങ്ങൾ. നിന്നെ കൊല്ലാൻ ഒരാൾ വന്നാൽ നീ വിഷാദിക്കയില്ലയോ. പരസ്പരം സ്നേഹമോടെ പാർത്തിടേണ്ടവരാണു നാം. എന്താന്നല്ലേ? പാവം മിന്നാമിന്നി, കുയിലും പാവം തന്നെ. ഓക്കെ.